ചെയ്യുന്ന സാഹചര്യത്തിലായിരിക്കാം നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്നത്. പക്ഷേ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഈ കുട്ടികളെ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. ഓടാനും ചാടാനും കളിക്കാനും സ്വപ്നങ്ങൾ കാണാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് മനുഷ്യർ. അതിൽ നിന്നെല്ലാം വേറിട്ട് ഈ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാക്കാത്ത തരത്തിലായിരിക്കും ഇത്തരം കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ജീവിച്ചു പോകുന്നത്. അപ്പം അവരെ കൈത്താങ്ങായിട്ട് നിർത്തുന്ന അവരുടെ പാരൻസ്, അവരെ കൈത്താങ്ങായിട്ട് പിടിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്ന ടീച്ചേഴ്സ്, ഒപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റി, അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെയിൻറ് ടീച്ചർ വഴിയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരു സഹോദരി സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വഴിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നത് പോലും. അപ്പം അന്ന് മുതലേ എനിക്ക് ഇത്ര കാറ്റഗറിയിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പം എപ്പോഴും എന്നെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സെയിൻറ് ടീച്ചർ. ഗോഡ് ബ്ലെസ് യു ടീച്ചർ. എന്നും ടീച്ചറുടെ ഈ ഒരു നിറഞ്ഞ മനസ്സും ആ എളിമയുള്ള ആ ഒരു പ്രവൃത്തിയും എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ കുട്ടികളിങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ. എനിക്ക് എന്താ പറയേണ്ടത് എന്നെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഗോഡ് ബ്ലെസ് യു ടു ഓൾ. അത് മാത്രമേ എടുത്തു പറയേണ്ട കാര്യം. ദാദാ ബ്യൂട്ടി അക്കാഡമിയിലെ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇവർ എല്ലാവരെയും ഇത്രയും സുന്ദരികളാക്കി നിർത്തിയത്. അതിന് പിന്നിൽ ഡോറയുടെ തന്നെ അതോറിറ്റിയായ ഡോറ ബ്യൂട്ടി അക്കാഡമി അതോറിറ്റിയായ ടീനയും ഹരിണിയും ഒക്കെ അവരോടൊപ്പം ചേർന്ന് നിന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. സമയം ഉണ്ടാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇനിയും തുടർന്ന് ഇതുപോലുള്ള നല്ല പ്രോഗ്രാമുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയട്ടെ. ഒപ്പം ഡോറ ബ്യൂട്ടി വേൾഡിൻ്റെ ഈ ഒരു സംരംഭത്തിൽ ഓരോ മനസ്സോടു കൂടി തന്നെ നിന്ന മഞ്ജു, അജിത, ഷംനാസ്, അതുപോലുള്ള മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, പിന്നെ ഈ ഒരു പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിച്ച നമ്മുടെ ശ്യാമേട്ടൻ നമ്മുടെ ഈ ഒരു ഡോറ തുടങ്ങിയ സമയം മുതൽ നമ്മളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ്. എന്ത് കാര്യമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിനൊരു പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഈ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ ആ വാക്ക് ആവർത്തിക്കേണ്ടി വരികയാണ്. ചുക്ക് ചേരാത്ത കഷായങ്ങളാണ് സിനി ടീച്ചറും നമ്മുടെ MLA-യും. കാരണം നമ്മുടെ സാധാരണ രീതിയിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാധാരണ രീതിയിൽ ചില രാഷ്ട്രീയക്കാരെ വിളിക്കുമ്പോൾ അവരെന്തെങ്കിലും മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. പക്ഷെ റോജി സാറിനെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എല്ലാ കുഞ്ഞു പരിപാടികളിലും അവിടെ ഉണ്ടാകും. ഈ ഒരു ഇത്തരം ജനസമ്മതദായകരെയാണ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സംരംഭത്തിലും എല്ലാത്തിനും നമ്മളോടൊപ്പം കൂട്ടു നിൽക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനസംവിധായകനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുതിക്കാൻ തോന്നും. അപ്പം പിന്നെ നസീം ടീച്ചർ, അതുപോലെ തന്നെ KSRTC ഫ്രണ്ട് മാം, ഞങ്ങൾ ഇവിടെ ഒരു ലഹരി വിരുദ്ധ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടുള്ളത്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അധികം നീട്ടുന്നില്ല, കാരണം ഒരുപാട് തിരക്കുകളുണ്ട്. 1-2 പ്രോഗ്രാമിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പിയാണ്.